ഗുഡ് മോർണിംഗ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രീ കൺസോൾട്ടേഷൻ പ്രഷറാണ്. എന്താണ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ? പ്രീ കൺസോൾട്ടേറ്റഡ് സോയിൽ എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. അതായത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ സ്ട്രെസ് ഓൾറെഡി ആ സോയിലിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ കൺസോൾട്ടേറ്റഡ് അല്ലെങ്കിൽ പ്രീ കൺസോൾട്ടേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ? അതാണ് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം പ്രഷർ ടു വിച്ച് ആൻ ഓവർ കൺസോൾട്ടേറ്റഡ് സോയിൽ ഹാഡ് ബീൻ സബ്ജക്റ്റഡ് ഇൻ ദി പാസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷനിൽ, അതായത് ഓവർ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള സമയത്ത് സോയിലിൽ ആക്ട് ചെയ്തിട്ടുള്ള മാക്സിമം പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ അല്ലെങ്കിൽ ഓവർ കൺസോൾട്ടേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അതിന് സിഗ്മ സി ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇനി ആ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേഴ്സസ് ലോഗ് സിഗ്മ ബാർ പ്ലോട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കർവിനെയാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കേസ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മളൊരു നാച്ചുറൽ ഡെപ്പോസിറ്റ് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ നാച്ചുറൽ സോയിൽ ഡെപ്പോസിറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ, ഒരു സെഡ് എന്നുള്ളൊരു ഡെപ്തിൽ ഉള്ളൊരു സോയിൽ മാസിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സെഡ് എന്നുള്ള ഡെപ്തിലുള്ള സോയിൽ മാസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ആ സെഡ് എന്നുള്ള ഡെപ്ത് വരെയും അതിൻ്റെ മേലെയായിട്ട് എന്തുണ്ടാവും? സോയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ സോയിൽ ഈ പറഞ്ഞ അത്രയും മാസിൻ്റെ മേലെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി അപ്പോൾ ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർ ബേർഡൻ പ്രഷർ എന്ന് പറയാം. ഇനി നമ്മൾ ഈ പ്രഷർ അവിടുന്ന് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് സെഡ് ഡെപ്തിൽ ഉള്ള അത്രയും സോയിലിനെ നമ്മൾ അവിടുന്ന് ഡിഗ് ചെയ്ത് മാറ്റുകയാണ്, റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ സോയിൽ മാസിന് എന്തുണ്ടാവുകയാണ്? അവിടുന്ന് പ്രഷർ എത്രയാണോ ഉണ്ടായിരുന്നത് ആ പ്രഷറിന് അതിനൊരു റിലീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രഷർ പിന്നെ അവിടെ ഇല്ല. അപ്പോൾ അവിടെയുള്ള സോയിലിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോലുള്ളൊരു ഇതാണ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിച്ച കേസിൽ ആദ്യത്തെ ലോഡിങ് കേസാണ് നമ്മൾ ആ സോയിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേസ്. എന്നിട്ട് അവിടുത്തെ ആ സോയിൽ റിമൂവ് ചെയ്തു എന്ന് പറയുന്ന കേസ് എന്താ? അതായത് ലോഡ് ചെയ്തു, അൺലോഡ് ചെയ്തതിന് ഇക്വലൻ്റ് ആണ്. ഇനി അങ്ങനെ അപ്പോൾ അവിടെയുള്ള സോയിൽ ഞാൻ പറഞ്ഞു ഒന്ന് എക്സ്പാൻഷനൊക്കെ സംഭവിച്ചു, അതായത് ഒന്ന് റിലീസ്ഡായി അത്രയും ഉണ്ടായിരുന്ന ഓവർ ബർഡൻ പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ. അതാണ് പറയുന്നത് ദിസ് കോസ് ആൻ എക്സ്പാൻഷൻ ഓഫ് ദ സോയിൽ ഡ്യൂ ടു റിഡക്ഷൻ ഇൻ പ്രഷർ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സോയിലിനെ തന്നെ എടുത്തിട്ട് കൺസോൾട്ടേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണതിൽ. അപ്പോൾ അങ്ങനെ കൺസോൾട്ടേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ഇ വേഴ്സസ് ലോഗ് സിഗ്മ ബാർ പ്ലോട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ABCD എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ഇനി അതിന് എങ്ങനെയാണ് നമുക്ക് ഈ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ കാണുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതിനുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഈ AB എന്നുള്ളൊരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതേപോലെ CD എന്ന് പറയുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടും നമുക്കിവിടെ കാണാം. അതുകൂടാതെ Bയിൽ നിന്ന് C വരെയുള്ള ഈ ഒരു പോർഷനിലാണ് എന്ത് വരുന്നത്? ഒരു കേർവ്ഡ് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ BC എന്നുള്ള പോർഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് കേർവേച്ചറായിട്ടുള്ള ആ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിൽ പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BC എന്നുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം കേട്ടോ. ഈ K എന്നുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. BC എന്നുള്ള ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പോയിൻറ്റ് E ചൂസ് ചെയ്യാണ്. അപ്പോൾ ഈ എന്നുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർവേച്ചർ മാക്സിമം ആയിട്ടുള്ളത്, ഇതൊരു കേർവ്ഡ് പോർഷനാണെന്ന് പറഞ്ഞു. ഈ കേർവ്ഡ് പോർഷനിൽ തന്നെ കർവേച്ചർ മാക്സിമം ആയിട്ടുള്ള പോയിൻ്റാണ് E എന്ന് പറയുന്നത്. അങ്ങനെ കർവേച്ചർ മാക്സിമം ആയിട്ടുള്ള പോയിൻറ്റ് E ചൂസ് ചെയ്യുക. E ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? E എന്നുള്ള പോയിൻറ്റിന് ടാൻജൻ്റായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതാണ് EF എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻറ്റ് EF, അടുത്ത മാർക്ക് ചെയ്ത പോയിൻ്റ് F ആണ്. അപ്പോൾ E എന്ന് പറയുന്നത് BC എന്ന് പറയുന്നത് കേർവ്ഡ് പോർഷനാണ്. ആ കേർവ്ഡ് പോർഷനിലെ മാക്സിമം കർവേച്ചർ പോയിൻറ്റ് ചൂസ് ചെയ്തു Eക്ക് ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്യുക. അതാണ് EF എന്ന് പറയുന്ന ലൈൻ. ഇനി എന്ത് ചെയ്യണം? ഈ E എന്നുള്ള പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മളൊരു ഹൊറിസോണ്ടലും ഡ്രോ ചെയ്യാണ്. അതാണ് EG എന്ന് പറയുന്നത്. അപ്പോൾ EG എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട്, EF എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെയുള്ള ആംഗിൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്ന പോലെ
ഒരു ലൈൻ വരയ്ക്കുക. അതാണ് EH എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ EH എന്നുള്ള പോയിൻ്റ് കിട്ടി, H എന്നുള്ള പോയിൻ്റ് കിട്ടി, EH എന്നുള്ള ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, CD എന്നുള്ള നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിനെ നമ്മളൊന്ന് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് അത് EH എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബൈസെക്ടറിൽ ഒരു പോയിന്റിൽ പോയി ടച്ച് ചെയ്തു. ആ പോയിൻ്റാണ് P എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് വീഡിയോയുടെ ഇടയിൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, P എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ Pയിൽ നിന്ന് എന്ത് ചെയ്യാണ്, J എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നെക്സ്റ്റ് ചൂസ് ചെയ്തിരിക്കുകയാണ്. PJ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ആ PJ എന്ന് പറയുന്ന പോയിൻറ്റിലത്തെ ഈ J എന്ന് പറയുന്ന പോയിൻ്റാണ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക, ഈ സോയിലിൽ ആക്ട് ചെയ്തിട്ടുള്ള മാക്സിമം സ്ട്രെസ്സിനെ, പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എത്രയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ കർവ് കാണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അതിൽ മാക്സിമം ഇത്ര ഒരു സ്ട്രെസ് വന്നിട്ടുണ്ടായിരിക്കും J. അതിനുശേഷം നമ്മൾ കൺസോൾട്ടേഷൻ ടെസ്റ്റ് നടത്തുന്നതിനനുസരിച്ച് ആ ഓവർ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള പ്രഷർ എത്രയായിരുന്നോ അതിൽ കൂടിയ പ്രഷറാണ് പിന്നീട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ആ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അതുപോലെ എത്രയാണ് അതിൽ ആക്ട് ചെയ്തിട്ടുള്ള പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ J എന്നുള്ള പോയിൻ്റ് ഈ P എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതാണ് J. അപ്പോൾ J എന്നുള്ള പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ, അതായത് ഓവർ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള സാമ്പിളിൽ ആക്ട് ചെയ്തിട്ടുള്ള മാക്സിമം സ്ട്രെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ABK എന്നും, അതായത് ഈ Pനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, P നമ്മുടെ ഈ കർവിൽ ടച്ച് ചെയ്തിട്ടുള്ള പോയിൻ്റാണ് K എന്ന് പറയുന്നത്. അപ്പോൾ ABK എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ABK ഇതിലൊന്ന് നോക്കിയാൽ മതി. ABK എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്, ആ കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റീകംപ്രഷൻ കർവാണ്. അതായത് എന്താണ്, ആദ്യം ലോഡ് ചെയ്തിട്ടുള്ള ഒരു സോയിലായിരുന്നു, അവിടെ നമ്മൾ ആ ഓവർ ബർഡൻ പ്രഷർ റിമൂവ് ചെയ്തു, അപ്പോൾ അൺലോഡിങ് കേസായി. അതിനുശേഷം വീണ്ടും കൺസോൾട്ടേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കൺസോൾട്ടേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതെന്തായി മാറുകയാണ്, നമ്മൾ റീകംപ്രസ് ചെയ്ത അല്ലെങ്കിൽ റീലോഡ് ചെയ്ത ഒരു കേസിന് സിമിലർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റീകംപ്രസ് ചെയ്തിട്ടുള്ള ആ കർവാണ് ABK എന്ന് പറയുന്ന അത്രയും പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം വരുന്ന പോർഷനാണ് KCD എന്ന് പറയുന്ന പോർഷൻ. ആ പോർഷൻ എന്താണ്, വിർജിൻ കംപ്രഷൻ കർവ്. അതായത് നോർമലി കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിളിനെയാണ് ഈ KCD എന്ന് പറയുന്ന ഈ ഒരു ഇത്രയും പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം K എന്ന് വരെയുള്ള അത്രയും പ്രഷറാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം KCD എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, നോർമലി കൺസോൾട്ടേറ്റഡ് സോയിലാണെങ്കിൽ ഈ ലോഗ് സിഗ്മ കർവ് ഒരു സിഗ്മ ബാർ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, KCD എന്ന് പറയുന്ന പോർഷൻ എന്ത് തന്നെയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നോർമലി കൺസോൾട്ടേറ്റഡ് സോയിൽസിന് ഈ ലോഗ് സിഗ്മ ബാർ എന്ന് പറയുന്ന പ്ലോട്ട് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതുവരെയുള്ള അത്രയും പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീകംപ്രഷൻ കർവാണ്. അതായത് ഇത്രയും പോർഷന് ഈ പറയുന്ന സ്ട്രെസ്സുകളൊക്കെ ഓൾറെഡി ഇതിലേക്ക് വന്നിട്ടുള്ളതാണ്. അങ്ങനെ വന്ന് ഈ K എന്ന് പറയുന്ന പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, അതായത് J എന്ന് പറയുന്ന പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ്സാണ് അതിൽ മാക്സിമം ആക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ ലോഡ് ചെയ്തു. അപ്പോൾ ആ ലോഡ് ചെയ്തിട്ടുള്ള സ്ട്രെസ് കർവാണ് ഈ KCD എന്ന് പറയുന്ന പോർഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിക്കാം. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്താണ്, റൈറ്റ് എ നോട്ട് ഓൺ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള ഡെഫിനേഷൻ എഴുതുക. ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു സോയിലിൻ്റെ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ ഗ്രാഫ് വരച്ച് അതിൻ്റെ സ്റ്റെപ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് കാണിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.